ഹേ ഹലോ വെൽക്കം ബാക്ക് ഗീസ്. ആസ് ആൻ ഹാർഡ് കോർ ചെന്നൈ സൂപ്പർ കിങ്സ് ഫാൻ എനിക്ക് പോലും ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു രോഹിത് ശർമ്മ ക്യാപ്റ്റൻസിയിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. ട്രേഡ് ചെയ്ത് തിരിച്ച് ഗുജറാത്തിൽ നിന്നും മുംബൈയിലേക്ക് കൊണ്ടുവന്ന ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനാവുന്നു. 100% ഉറപ്പായിരുന്നു ഹാർദിക് പാണ്ഡ്യ ട്രേഡ് ചെയ്ത് മുംബൈ ഇന്ത്യൻസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിസ്സാര ഓഫറുകൾ കൊടുത്തല്ല. ഓഫ് കോഴ്സ് വി നോ ദാറ്റ് 15 കോടി കൊടുത്താണ് പുള്ളിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ക്യാപ്റ്റനും കൂടിയാക്കിയിരിക്കുകയാണ്. അതെ, ആ ഒരു വമ്പൻ ഓഫർ സ്വീകരിച്ചതിന് പിന്നിലെ കഥ ഇത് തന്നെയാണ്. എന്തായാലും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു കാര്യം നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചായിരുന്നു. അതായത് വേൾഡ് കപ്പിൻ്റെ സമയത്ത് തന്നെ രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസ് മാനേജ്മെൻറ്റ് ഇത് ഇൻഫോം ചെയ്തിരുന്നു. അദ്ദേഹം എഗ്രി ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഹാർദിക് പാണ്ഡ്യയുടെ ട്രേഡ് നടക്കുന്നതും അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും ആസ് എ പ്ലെയർ രോഹിത് ശർമ്മയ്ക്ക് മാനേജ്മെൻറ്റിന് മുമ്പിൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന എഗ്രി ചെയ്യാതെ വേറെ ഓപ്ഷനുകളൊന്നും തന്നെയില്ല. പുള്ളി കൂടുതൽ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അടുത്ത സീസണിൽ ടീമിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് എൻറ്റയർലി ആ ഒരു ടീമിനെ മൊത്തത്തിൽ ബാധിക്കും, മാത്രമല്ല ഫാൻസിനെ അത് ബാധിക്കും. സോ അദ്ദേഹം അത് തന്നെയായിരിക്കും തിങ്ക് ചെയ്തിട്ടുണ്ടാവുക. സോ മാനേജ്മെൻറ്റ് തീരുമാനത്തിനൊത്ത് ഫ്രണ്ടിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് രോഹിത് ശർമ്മ എടുത്ത തീരുമാനം. സോ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചത്. 15 കോടി മാത്രമല്ല, ക്യാപ്റ്റൻ വാഗ്ദാനവും കൂടി കിട്ടിയിട്ട് തന്നെയാണ് രോഹിത് ശർമ്മയെ മാറ്റിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഹാർദിക് പാണ്ഡ്യ വരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാലും ഇതല്പം പെട്ടെന്നായി പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു രോഹിത് ശർമ്മ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമെന്ന്. പക്ഷേ അടുത്തൊരു സീസണോടുകൂടി തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. 2013 മുതൽ ഇന്നിങ്ങ് 2023 ലാസ്റ്റ് സീസൺ നടക്കുന്നത് വരെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ജനമനസ്സിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെയധികം വലുത് തന്നെയാണ്. ഈവൻ ഞാനൊരു ചെന്നൈ സൂപ്പർ കിങ്സ് ഫാൻ ആയിട്ട് പോലും പല സമയത്തും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസിയുടെ ബ്രില്യൻസിൽ പലതവണ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. മുംബൈ വേഴ്സസ് ചെന്നൈ റൈവലറി മാച്ചുകൾ നടക്കുമ്പോൾ രോഹിത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് നമുക്കങ്ങനെ മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ എന്തായാലും ഇത് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അല്പം നേരത്തെ ആയിപ്പോയോ എന്നൊരു കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇത് മൊത്തത്തിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കും. പ്ലേയേഴ്സിൻ്റെ മനസ്സിലാണെങ്കിലും കാര്യങ്ങളിലാണെങ്കിലും വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. 100% ഉറപ്പാണ്. കാരണം പല പ്ലേയേഴ്സിനും ഇത് പെട്ടെന്ന് അംഗീകരിക്കാനുള്ളൊരു സാധ്യത വളരെയധികം കുറവാണ്. ആസ് എ പ്ലെയർ എത്രത്തോളം രോഹിത് ശർമ്മയ്ക്ക് മുംബൈ ഇന്ത്യൻസിൽ ഫ്രണ്ടിലേക്ക് പോകാൻ സാധിക്കുമെന്നും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ.